ഇന്നു മുതൽ നമ്മുടെ വീഡിയോ ദൈർഘ്യം 8 മിനിറ്റിൽ ഒതുക്കാൻ ആത്മാർത്ഥമായി പോകാൻ നോക്കും. പറ്റിയില്ലെങ്കിൽ 10. അധിക പ്രസംഗത്തെ എന്തു വില കൊടുത്തും പോകാൻ തടയുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. തുടങ്ങാം. നമ്മുടെ ഈ ചാനലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരമാണ്. സമൂഹത്തെ പറ്റിയുള്ള സംസാരം. സാരമായതും സാരമല്ലാത്തതും, സാരമെന്ന് പോങ്ങൻ കാണുന്നതും സാരമില്ല എന്ന് പോങ്ങ പ്രേക്ഷകർ ഗണിക്കുന്നതുമായിട്ടുള്ള പലതും നമ്മളിവിടെ സംസാരിക്കാറുണ്ട്. സമൂഹം പ്രധാന കഥാപാത്രമാകുന്ന സംസാരത്തിന്റെ മറ്റൊരു സമാഹാരത്തിലേക്കാണ് പോങ്ങൻ ഇനി പോകുന്നത്. RSSനോടുള്ള പോങ്ങന്റെ പരസ്യ പ്രാർത്ഥനകളാണ് ഇതിന്റെ ഉള്ളടക്കം. ഈ സാമൂഹ്യ സംസാര സമാഹാര പ്രാർത്ഥനയ്ക്ക് കീഴിൽ ഒന്നിലേറെ അധ്യായങ്ങൾ വരും. നമ്മുടെ സമൂഹം നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും പ്രത്യേകം പ്രാർത്ഥനകൾ അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്ക് പ്രാർത്ഥിച്ച് പരിഹാരം തേടാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു വിചാരമാണ് പോങ്ങനുള്ളത്. സ്വാഭാവികമായും ഓരോ പ്രാർത്ഥനയും ഓരോ അധ്യായമാവുകയും ചെയ്യും. അതൊരു പ്രത്യേക പ്ലേലിസ്റ്റായി നമ്മുടെ ചാനലിൽ സൂക്ഷിക്കുകയും ചെയ്യും. ഒരല്പം കൂടി മുഖവുര നീളും കേട്ടോ, കുറച്ചുകൂടി പറയാനുണ്ട്. കാരണം സാമൂഹ്യ കാര്യങ്ങളിൽ പോങ്ങൻ എന്തിന് RSSനോട് പ്രാർത്ഥിക്കണമെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. അവരുടെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടുന്ന പരിശ്രമം നടത്താനുള്ള ബാധ്യതയെങ്കിലും തീർച്ചയായിട്ടും എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസം മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിചാരമുണ്ട്. അതുകൊണ്ട് പറയാം. പൊതുപ്രവർത്തന രംഗത്ത് നിക്ഷേപം ഇറക്കി ലാഭം കൊയ്യാനും ഖജനാവിന്റെ നടത്തിപ്പ് അവകാശം സ്വന്തമാക്കിക്കൊണ്ട് തലമുറകൾക്ക് വേണ്ടുന്നത് സമ്പാദിക്കാനും പൊതുജനത്തെ ഭരിച്ച് രാജാവ് കളിക്കാനുമൊക്കെ അക്ഷീണം പരിശ്രമിക്കുന്ന ഒരുപാട് പാർട്ടികളും ജനസേവന വ്യവസായികളുമൊക്കെ നമുക്കുണ്ട്. മിനിറ്റിൽ കുറഞ്ഞത് 462 വാക്കെങ്കിലും തുപ്പാൻ ത്രാണിയുള്ള നാക്കാണ് അവരുടെ പ്രധാന മൂലധനം. മൂലധനമല്ല, വായധനം. നമ്മുടെയൊക്കെ നേതാക്കളുടെ മൂക്കിൻ ചുവട്ടിലുള്ള മൂലമാണല്ലോ വായ, അല്ലെങ്കിൽ മുഖത്തുള്ള മൂലം. മുഖത്തുള്ള ആ മൂലമാണ് ജനസേവന വ്യവസായി ആവാനുള്ള ഒരു നേതാവിന്റെ പ്രധാന മുതൽമുടക്ക്. അതുകൊണ്ട് തന്നെ മൂക്കിൻ ചുവട്ടിലുള്ള ആ മൂലധനത്തെ വായധനമെന്നും പറയാം. കടുത്ത നാണമില്ലായ്മ, അതുപോലെ തന്നെ പിഴവറ്റ കബളിപ്പിക്കൽ ശേഷി, അപാരമായിട്ടുള്ള സ്വാർത്ഥത, ഗംഭീരമായിട്ടുള്ള സ്വജനപക്ഷപാതാസക്തി എന്നിവ കൂടി ഉണ്ടായാൽ അതൊക്കെ അധിക യോഗ്യതകളുമായി. മറ്റൊരു പണിക്കും തങ്ങളെ കൊണ്ട് കൊള്ളില്ലെന്നുള്ള തിരിച്ചറിവ് മാത്രമല്ല അവരെ പൊതുജന സേവന വ്യവസായികളാക്കുന്നത് കേട്ടോ. ഈ പൊതുപ്രവർത്തനത്തോളം ലാഭം മറ്റൊന്നിൽ നിന്നും ലഭിക്കില്ല എന്ന് പറയുന്ന ബോധ്യവും അവർക്കുണ്ട്. സാമ്പത്തിക ലാഭം മാത്രമല്ല, സാമൂഹ്യ മൂല്യത്തിലും അവരാണ് മുൻപിൽ. കൊള്ളയടിക്കാനും കൊല്ലാനും കൊല്ലിക്കാനും കൊണവധികാരം വിടാനും മാത്രം കൊള്ളാവുന്ന നമ്മുടെ നാട്ടുരാജാവിനോട് കേരളത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള കച്ചവടക്കാരൻ ലോഹ്യം കൂടുന്നുണ്ടെങ്കിൽ, ലോഹ്യത്തോടുകൂടി ഇടപഴകുന്നുണ്ട് എങ്കിൽ, ഇഷ്ടക്കാരിൽ പ്രിയപ്പെട്ടവരിൽ ഒരാളായി അങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ് എന്ന് മാത്രം നോക്കിയാൽ പോങ്ങൻ പറഞ്ഞതിന്റെ പൊരുൾ കിട്ടും, അല്ലെങ്കിൽ ഗുട്ടൻസ് കിട്ടും. എന്തായാലും നമ്മുടെ സാമൂഹ്യ കാര്യങ്ങൾക്കുമേൽ അത്തരക്കാർക്ക് മുന്നിൽ, അത്തരം നേതാക്കൾക്ക് മുന്നിൽ പ്രാർത്ഥന ചൊരിയാൻ മാത്രമുള്ള ബുദ്ധിയില്ലായ്മ ഈ മുത്തുപോങ്ങന്റെ മണ്ടയിലില്ല. ഈ മഹാരാജ്യത്തോടും അതിന്റെ പൗരജനതയോടും ഏറ്റവും ആത്മാർത്ഥത പുലർത്തുന്നവർ RSS എന്ന സംഘടനയാണ്. ഇവിടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അതിന്റെ നേതാക്കളോ അവരുടെ അടിമകളോ ഇവിടുള്ള വിവിധ ജാതി മത സംഘടനകളോ അതിന്റെ നായകരോ അവരുടെ അനുയായികളോ ഒന്നും ഒരു സ്വയം സേവകനോളം ആത്മാർത്ഥത പുലർത്തുന്നത് പോങ്ങൻ കണ്ടിട്ടില്ല. അവരെയും ചൂഷണം ചെയ്യുന്നവരുണ്ടാവാം, എങ്കിലും ഈ നാടിന് സധൈര്യം ആശ്രയിക്കാവുന്നതും വിശ്വസിക്കാവുന്നതും RSSകാരെയാണ്. പ്രത്യേകിച്ച് സാധാ സ്വയം സേവകരെ. ഈ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന നിലയിലേക്ക് ഉയർന്നാൽ അല്പസ്വല്പം ആദർശ ശോഷണം അവരിലും തീർച്ചയായിട്ടും സംഭവിച്ചേക്കാം. അത് RSSന്റെ കുറ്റമല്ല. 4 ആൾ പൊക്കത്തിൽ ഒരു പദവി കിട്ടിയാൽ മനുഷ്യരെ ഭരിക്കാൻ ഇറങ്ങുന്ന അല്പത്തരം ഏതൊരു മലയാളിയുടെയും സഹജതയാണ്. അങ്ങനെയുള്ളവരെ വാഴ്ത്താൻ മലയാളികൾക്ക് പ്രത്യേക താല്പര്യവുമുണ്ട്. പൊങ്ങച്ചക്കാരെയും തണ്ടന്മാരെയും അഹങ്കാരികളെയും തങ്ങളെ ചൂഷണം ചെയ്യുന്നവരെയും ഒക്കെ നിർനാണം തലയിൽ ചുമന്ന് ആഘോഷിക്കാൻ യാതൊരു മടിയും മലയാളികൾക്കില്ല. മഠയ മലയാളികൾ എന്നറിയാതെ വിളിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. യാതൊരു ആത്മബോധവുമില്ലാതെ, അഭിമാനവുമില്ലാതെ, അന്തസ്സില്ലാതെ തങ്ങളെ ചൂഷണം ചെയ്യുന്നവരെ, കബളിപ്പിക്കുന്നവരെ, പറ്റിക്കുന്നവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അങ്ങനെയുള്ള മലയാളികളുമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കെടുതികൾ നമുക്ക് വരുന്നത്. ഈ ഗാന്ധിജി കേരളത്തിലായിരുന്നു ജനിച്ചതെങ്കിൽ ഈ രാജ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഗതി മറ്റൊന്നാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോദിജി, മോഹൻ ഭാഗവത് ജി ഇവരൊക്കെ മലയാളികളാവാതെ പോയത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും നഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താണ് മലയാളിത്വമെന്ന് കിട്ടും. അതുവഴി ഒരു മലയാളി പേറുന്ന കേരളീയതയുടെ രൂക്ഷത വളരെ കൃത്യമായി പിടികിട്ടുകയും ചെയ്യും. ഈ കൊങ്ങിദാസന്മാർ
പിണങ്ങിപ്പോകുമെന്ന് എനിക്കറിയാം. ഒരു പറ്റം പിണങ്ങിപ്പോയി കഴിഞ്ഞു. മിച്ചം ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരും പോകുമെന്നറിയാം. എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ ജോർജ് സോറോസിന്റെ ജീവനക്കാരനും സ്വന്തമായി ഇറ്റാലിയൻ നിർമ്മിത അമ്മയുമുള്ള ആ പ്രമുഖ ദേശവിരുദ്ധനാണ് ഏറ്റവും മലയാളിത്തമുള്ള ഒരു ഭാരതീയ നേതാവ്. ഏറ്റവും മലയാളിത്തമുള്ള ഒരു ഭാരതീയ നേതാവ് അയാളാണ്. കേരളത്തിൽ ജനിക്കുക കൂടി ചെയ്തിരുന്നു എങ്കിൽ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സംസ്ഥാനമായി ഭാരതത്തെ മാറ്റാൻ സോറോസിന്റെ സഹായം പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആവശ്യം വരില്ലായിരുന്നു. അതുപോട്ടെ, നമ്മൾ പറയുന്നത് സാധാ സ്വയം സേവകരെ പറ്റിയാണല്ലോ. അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട, എങ്കിലും കേരളീയത്വം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, അതിന്റെ രൂക്ഷത മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വയം സേവകരെ പറ്റിയാണ്, സാധാ സ്വയം സേവകരെ പറ്റി. അതായത് വൈരികളുടെ വാളുകൾക്ക് അതിവേഗം എത്തിപ്പെടാൻ പാകത്തിന് നിലം പറ്റി മലയാള മണ്ണിൽ കാണപ്പെടുന്ന സാധാ സ്വയം സേവകരെ, അവരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവരോളം ആത്മാർത്ഥത ഈ നാടിനോടും നാട്ടാരോടും അവരോളം ആത്മാർത്ഥത പേറുന്ന മറ്റാരും ഉണ്ടാവില്ല. പക്ഷെ അവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർക്കെങ്കിലും സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് ഈ കാലത്തിന്റെ കേട്. മറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാലം വന്നാൽ അന്നേ ഈ പറഞ്ഞതിന് മാറ്റമുണ്ടാവും. പോങ്ങൻ ഇപ്പോൾ ഈ പറഞ്ഞതിന് മാറ്റമുണ്ടാവുള്ളൂ. എന്തായാലും നിലവിൽ എൻ്റെ ബോധ്യം അങ്ങനെയാണെന്ന് മാത്രം പറയുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഈ സാമൂഹ്യ പ്രാർത്ഥനകൾ RSSനോടായി മാറുന്നത്. പോങ്ങനോട് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും വിയോജിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ പ്രബുദ്ധ കേരളത്തിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഈ ഒരു സംസാരത്തിൽ, ഈ ഒരു ആശയത്തിൽ, ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചതിൽ ഒരുപാട് പേർക്ക് നീരസമുണ്ടാവും, വെറുപ്പുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും, പകപുരസരം സമീപിച്ചു എന്ന് വരും. എങ്കിലും പറയാതെ പറ്റില്ല. അങ്ങനെ വിയോജിപ്പുള്ളവർ ഈ രാജ്യത്തോട് RSSനേക്കാൾ അധികമായി കൂറു പുലർത്തുന്നവർ ആരൊക്കെയാണ് എന്ന് ദയവായി എനിക്കത് പറഞ്ഞു തരണം. നിങ്ങൾ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന അവരോടാവും, നിങ്ങൾ പറയുന്നവരോട്. ഇനി ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളതെന്ന് ചിന്തിക്കുന്നവരോട് ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം. ഒരു കാര്യമല്ല, ചിലത് പറയാം. പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും പോകാൻ അവകാശപ്പെടാനില്ല. എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില നിവൃത്തികേടുകൾ പോകാനുണ്ട്. ഭ്രാന്തിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു മാനസികാവസ്ഥ കുറച്ചു കാലമായി എൻ്റെ മണ്ടയിൽ കുടിയേറി പൊറുതി തുടങ്ങിയിട്ടുണ്ട്. ചിത്തഭ്രമത്തിന്റെ വളരെ അകന്ന ബന്ധുവായിട്ടുള്ള ആ മനോഭാവത്തിന്റെ പ്രോത്സാഹനമാവാം ഒരുപക്ഷെ എന്നിൽ പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ അതിങ്ങനെ കലശലാക്കുന്നത്. പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പിടികിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചില സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്, മൂത്രപ്പുര സ്വാഭാവികമാണ്. കാരണം അത്തരം മുട്ടൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും സംഭവിക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ അതിനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള മുട്ടൽ മാറ്റാൻ പോലും ഒരു മുറി പണിതു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നിന്ന നിപ്പിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാനൊരു മുട്ടൽ വന്നാൽ ഓടിപ്പോയി കാര്യം സാധിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം മുട്ടൽ ഉണ്ടാവും. പോങ്ങനും അതുപോലൊരു മുട്ടൽ തോന്നിയത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇനി മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്. ഈ പ്രാർത്ഥിക്കാനുള്ള മുട്ടലിന് മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്. നിങ്ങൾ ആരെയും പോലെയല്ല ഈ പോങ്ങൻ. നിങ്ങൾ ആരെയും പോലെയല്ല പോങ്ങൻ. പൊങ്ങച്ചൻ പറഞ്ഞതല്ല, എനിക്ക് വ്യക്തി ജീവിതം വളരെ കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വ്യക്തി ജീവിതം എനിക്ക് വളരെ കുറവാണ്, തീരെയില്ല എന്ന് തന്നെ പറയാം. ജീവിക്കാനുള്ള പ്രാണവായു പ്രകൃതിയും അന്നം ഇപ്പോൾ നിങ്ങളുമാണ് നൽകുന്നത്. തീർച്ചയായിട്ടും അതെ, പരോക്ഷമായിട്ട് നിങ്ങൾ തന്നെയാണ് എന്നെ പോറ്റുന്നത്. നിങ്ങളെന്നാൽ സമൂഹം. പിന്നെ നാണം മറയ്ക്കാനുള്ളത് പലപ്പോഴും പ്രിയപ്പെട്ടവർ വാങ്ങിത്തരികയാണ് പതിവ്. ചെറുപ്പത്തിൽ കുഞ്ഞുനാളിൽ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാരാണത് വാങ്ങി തന്നിരുന്നത്. അതിനുശേഷം മുതിർന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ് വാങ്ങി തന്നിരിക്കുന്നത്. ഈ ഇടുന്നതൊക്കെ ഞാൻ വാങ്ങിയതല്ല, സ്വന്തമായി അങ്ങനെയൊന്നും അധികം ഞാൻ വാങ്ങിയിട്ടുമില്ല. വാസ്തവം പറഞ്ഞാൽ ഈ ശരീരം പോലും എൻ്റെ ആണ് എന്ന് എനിക്ക് അവകാശപ്പെടാനുള്ള ധൈര്യമില്ല. ഞാൻ കഞ്ചാവ് വലിച്ചിട്ടല്ല ഇത് സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ എന്നിൽ ഗോവിന്ദൻ മാഷ് കൂടിയിട്ടുമില്ല. എങ്കിലും പറഞ്ഞു പോവുകയാണ്. എന്നോടൊപ്പമുള്ള ആത്മാവ് പോലും എൻ്റെ സ്വന്തമല്ല എന്ന് പറയുന്ന ഉത്തമ ബോധ്യവും എനിക്കുണ്ട്. ഈ പറഞ്ഞതിനും ഗോവിന്ദൻ മാഷിന് പങ്കൊന്നുമില്ല കേട്ടോ. സ്വന്തമായി ഒന്നുമില്ലാത്തവന് സ്വന്തമായി ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥവുമില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. സവിശേഷമായിട്ടുള്ള അത്തരമൊരു ജീവിത സാഹചര്യം നൽകി പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ളതിനാൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കാനുള്ള ഭാഗ്യം, അങ്ങനൊരു ഭാഗ്യം ഈ പോങ്ങന് ഇല്ലാതെ പോയി. സ്വന്തം കാര്യം നോക്കി ജീവിക്കാനുള്ള ഭാഗ്യം തീരെ ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും അല്പം സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ഈ സമൂഹത്തിൽ പോങ്ങൻ പരതുന്ന ഒരു കാര്യമുണ്ട്, കൊതിയോടുകൂടി പരതുന്ന ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ ഏറ്റവും ആഗ്രഹമുള്ളതും ആവശ്യമുള്ളതുമായിട്ടുള്ളൊരു സംഗതി സമാധാനം. സമാധാനം
ആവശ്യമായ അളവ് സമാധാനം സ്വയം ഉൽപ്പാദിപ്പിച്ച് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ സഹജീവികളിൽ പലരുടെയും കാര്യം അങ്ങനെയല്ല. രഹസ്യൻ സമാധാനക്കേടിലാണ് മിക്കവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ സാമൂഹ്യ മാധ്യമ ജീവിതം അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വിരകൾ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുറേ വർഷങ്ങളായി. സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മനുഷ്യരൊന്നും അത്ര കണ്ട് സമാധാനത്തിലല്ല. സമാധാനക്കേടിന്റെ പൊറുതിമുട്ടലിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു. സാമ്പത്തികമായി നമ്മുടെ രാജ്യം വളരെയേറെ അഭിവൃദ്ധിപ്പെട്ടു വരികയുമാണ്. സൈനിക ശക്തിയിലും നമ്മൾ പിന്നിലല്ല. ദാരിദ്ര്യ രേഖയുടെ ഉയരം കുറച്ചു കൊണ്ടുവരുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. ആയുർദൈർഘ്യം കൂടി. എല്ലാ നിലയിലും രാജ്യം അഭിവൃദ്ധിപ്പെട്ടു വരുന്നു. ഇനിയിപ്പോൾ സമാധാന സൗഹാർദ്ദമായിട്ടുള്ള ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പൗരന് യഥേഷ്ടം വെച്ച് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ആളോഹരി സമാധാനം ഉയരണം, കൂടണം, അളവ് അതിന്റെ ഉയർന്നു വരണം. സ്വന്തം ആവശ്യത്തിന് വേണ്ടുന്നത്ര സമാധാനം ഉൽപ്പാദിപ്പിക്കാൻ തീർച്ചയായിട്ടും പോങ്ങന് സാധിക്കുമെങ്കിലും സമൂഹത്തിന് ഒന്നാകെ അനുഭവിക്കാൻ പാകത്തിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ സമാധാനം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ പോകാൻ ഒട്ടും തന്നെ പ്രാപ്തനല്ല. അങ്ങേയറ്റം അശക്തനായിട്ടുള്ള ഒരുവൻ എന്ന നിലയിൽ എനിക്ക് RSSന് മുന്നിൽ നിസ്സഹായതയോടുകൂടി പ്രാർത്ഥിച്ചേ മതിയാവൂ. അതാണ് എൻ്റെ അവസ്ഥ. ഈ സമൂഹത്തിൻ്റെ ആളോഹരി സമാധാനം ആരോഗ്യപരമായ അളവിലേക്ക് ഉയർത്താൻ RSSന് മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ കാഴ്ച. അതുകൊണ്ട് RSS പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്, അതുപോലെ തന്നെ RSS ക്രൈസ്തവന് വേണ്ടി ചെയ്യേണ്ടത്, RSS മുസൽമാന് വേണ്ടി ചെയ്യേണ്ടത്, RSS ഹിന്ദുവിന് വേണ്ടി ചെയ്യേണ്ടത്, ഇങ്ങനെ ഇനം തിരിച്ചാണ് പോകേണ്ട പ്രാർത്ഥന. നേരം കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രാർത്ഥനാ സമാഹാരത്തിൻ്റെ ആദ്യ അധ്യായം നാളെ മാർച്ച് 1 ആരംഭിക്കാം. അല്ലെങ്കിൽ തന്നെ ഇന്നിപ്പോൾ ഫെബ്രുവരി 28 അവസാന ദിവസമല്ലേ. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ, നാളെ തുടങ്ങാം. RSSന്റെ കടാക്ഷവും അനുഗ്രഹവും അടിയന്തരമായി എത്തേണ്ട ഒരു പൊതുവിഷയത്തിന്മേലാണ് പോകൻ്റെ പ്രഥമ പ്രാർത്ഥന. ആദ്യ അധ്യായത്തിന് ജനമാലിന്യം എന്നാണ് പോകൻ തലക്കെട്ട് ചാർത്താൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖവുര ഇത്രത്തോളം നീണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ഈ ജനമാലിന്യം എന്ന് പറയുന്ന തലക്കെട്ടിൽ നമ്മുടെ ആദ്യ പ്രാർത്ഥനാധ്യായം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. പക്ഷേ കുറച്ചധികം വായാടിപ്പോയി. നാളെ നല്ല അച്ചടക്കത്തോടുകൂടി കാര്യമാത്ര പ്രസക്തമായി പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കാം. നാവാട്ടാം. ജനമാലിന്യം ആദ്യത്തെ പ്രാർത്ഥനാധ്യായം നാളെ നമുക്ക് കാണാം.